Hello, Namaskaram. Welcome to my YouTube channel, Praharis Care. So, as discussed earlier, today I would like to explain about the McMahon line, the boundary between India and present China. പ്രസൻറ്റ് ചൈന എന്ന് പറയുമ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ബിക്കോസ് ദി ബൗണ്ടറി വാസ് ഡിസൈഡഡ് ബൈ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് ടിബറ്റ്, നോട്ട് ചൈന. ദോ ചൈനാസ് അഗ്രഷൻ over Tibet is very well known. So there are lot of conflicts, history and dishonesty on the part of China. In the event, we had lost some spaces also, some square kilometers we lost in the process, and we had all the accounts, all the details, everything we had, and we are waiting for a ripe time. Okay, so there is no worry about we are losing some inches of our ground. So let us hope for the best in the future days. The main line dividing India and China is the McMahon line. McMahon line ഈ പേര് വന്നതെങ്ങനെ? Named after Sir Henry McMahon, ബ്രിട്ടീഷ് ഇന്ത്യാസ് ചീഫ് നെഗോഷിയേറ്റർ ആയിരുന്നു അദ്ദേഹം. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി അവർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഹാഡ് നോ റെസ്പോൺസിബിലിറ്റി ഓൺ ഇറ്റ്. We were the victims those times. So British India considered that it would be a wise decision if they came into an agreement with the Tibet. Tibet was considered a less powerful place, no? Though there was Chinese dominance there, but those Chinese government, PRC बोलते शायद, है ना, that was not powerful as the present Chinese government, the communist government. Okay, so the McMahon line was established at the 1914 Simla Convention between British India and the Tibet for the eastern sector. Though China disputes its legality, ഇതിൻ്റെ ലീഗാലിറ്റിയൊക്കെ ചൈന ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദേ നെവർ അഗ്രീഡ് ടു ഇറ്റ്, ക്ലെയിമിങ് ടിബറ്റ് വാസ് നോട്ട് സോവറിൻ. അവർ ക്ലെയിം ചെയ്യുന്നത് പറഞ്ഞാൽ ടിബറ്റ് വാസ് നോട്ട് എ സോവറിൻ കൺട്രി, യുനോ. അതുകൊണ്ട് ടിബറ്റുമായിട്ടുള്ള അഗ്രിമെൻറ്റ്, അതും ബ്രിട്ടീഷ് ഇന്ത്യ ചെയ്ത എഗ്രിമെൻറ്റ് ഈസ് നോ മോർ വാലിഡ് ഫോർ ദം. അതാണ് അവരുടെ ഒരു ക്ലെയിം. ദേ ക്ലെയിംഡ് ഇറ്റ് ഈസ് എ ഡിസ്പ്യൂട്ടഡ് പ്ലേസ് and they are not agreeing to its legality. That is the point. But in the western sector, the de facto border is the line of actual control, LAC. പാകിസ്ഥാൻ ബോർഡറിൽ നമ്മൾ കണ്ടത് എന്താണ്? ലൈൻ ഓഫ് കൺട്രോളാണ്, LOC. ദിസ് region, it is LAC, line of actual control. There is a difference on both the terms. LAC means line of actual control. LAC എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫ്ലിക്റ്റിൽ നിന്ന് പിൻവാങ്ങി നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നിന്ന സ്ഥലവും ചൈനീസ് പിൻവാങ്ങി അവർ കൺസിസ്റ്റൻ്റായി നിന്ന സ്ഥലമാണ്. അപ്പോൾ അതിനാണ് ആക്ച്വൽ കൺട്രോൾ എന്നുള്ളത് രീതിയിൽ നമ്മൾ LAC എന്ന് വിളിക്കുന്നത്. ദർ ഇസ് എ ബഫർ സോൺ ഓൾസോ. അത് ഈ ടിബറ്റിനെ രണ്ടായിട്ട് വിഭജിച്ചായിരുന്നു ചൈനീസ്, ഔട്ടർ ടിബറ്റ് ആൻഡ് ഇന്നർ ടിബറ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹിസ്റ്ററി ഉണ്ട്. അതൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം. അതൊരു ലോങ് ഹിസ്റ്ററിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ പഴയ കാര്യങ്ങളെ, അന്നൊന്നും ഈ കോർഡിനേഷനും കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പോൾ വെസ്റ്റേൺ സെക്ടറിൽ ഏതോ ഒരു രാജാവാണ് ഭരിച്ചിരുന്നത്.
ഈസ്റ്റേൺ സെക്ടറിൽ ഇന്ത്യയുടെ തന്നെ വേറെ ഏതോ ഒരു രാജാവാണ്. അവർ തമ്മിൽ ദെയർ വാസ് നോ കമ്മ്യൂണിക്കേഷൻ, നത്തിങ്. നോ. സോ നാട്ടുരാജ്യങ്ങളുടെ തടവറയിലായിരുന്നല്ലോ ഇന്ത്യ. അതൊക്കെ ഇൻഡിപെൻഡൻസിന് ശേഷം പതിയെ മോചിപ്പിച്ച് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ മാൻ ഓഫ് യൂണിറ്റി ഓരോരോ നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യയിലേക്ക് ചേർത്ത ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിരിക്കുന്നതാണ്. സോ എനിവേ, മക്മോഹൻ ലൈൻ ആക്ച്വലി 3 പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഈസ്റ്റേൺ സെക്ടർ. വാട്ട് ഈസ് ഇറ്റ്? ആൻഡ് 890 kilometers boundary from Bhutan to the Brahmaputra River's Great Bend following Himalayan crest. ബ്രഹ്മപുത്ര റിവേഴ്സ് ഗ്രേറ്റ് ബെൻഡ് പലപ്പോഴും കേട്ട് കാണും നിങ്ങൾ. അതായത് അതൊരു വളവാണ്. ബ്രഹ്മപുത്ര നദി ആ വളവ് കഴിഞ്ഞിട്ടാണ് ആസാമിലൂടെ ഒഴുകുന്നത്. സോ ബ്രഹ്മപുത്ര നദി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജിയോഗ്രഫിക്കലി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദീസ് തിങ്. അപ്പോൾ അതിൻ്റെ ഉള്ള ആ 890 ബൗണ്ടറിയാണ് മക്മോഹൻ ലൈനിൻ്റെ തന്നെ ഈസ്റ്റേൺ പാർട്ടിൽ വരുന്നത്. അത് സർ ഹെൻറി മക്മോഹൻ ആണ് ഇതിന് മുൻകൈയെടുത്തതും. ബ്രിട്ടീഷ് ഇന്ത്യയുടെ നെഗോഷിയേറ്ററായിരുന്നു അദ്ദേഹം, ചീഫ് നെഗോഷിയേറ്ററായിരുന്നു. അതൊക്കെ കാര്യം പറഞ്ഞല്ലോ. അതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ എന്താണ്? കൺസിഡേർഡ് ദി ലീഗൽ ബൗണ്ടറി ബൈ ഇന്ത്യ. നമ്മൾ അതൊരു ലീഗൽ ബൗണ്ടറി ആയിട്ടാണ് കാണുന്നത്. ബട്ട് റിജക്റ്റഡ് ബൈ ചൈന. അത് റിജക്റ്റ് ചെയ്യുകയാണ്, ഔട്ട്റൈറ്റ്ലി റിജക്റ്റിംഗ് ബൈ ചൈന, വിച്ച് വ്യൂസ് ടിബറ്റ് ആസ് എ പാർട്ട് ഓഫ് ചൈന. ആക്ച്വലി ഇതിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് ഭരണം റിവല്യൂഷനൊക്കെ കഴിഞ്ഞ് വരുന്ന ആ സമയത്ത്, അതിന് മുമ്പായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യ ഈ നെഗോഷിയേഷനൊക്കെ നടത്തിയത്, ഈ സിംല കൺവെൻഷൻ ഒക്കെ നടന്നത്. അപ്പോൾ അതിൻ്റെയും ഒരു ക്രിമികടി അവർക്കുണ്ട്. കാരണം ചൈന അത് സമ്മതിക്കുന്നേ ഇല്ല. ദേ ആർ നോട്ട് ഗോയിങ് ടു അഗ്രി ഇറ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ ഈസ്റ്റേൺ പാർട്ടിൻ്റെ ഒരു കഥ. ഓക്കെ. LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ദി വെസ്റ്റേൺ സെക്ടറിൽ വാട്ട് ഈസ് ഇറ്റ്? ദി ഡിഫാക്റ്റോ ബോർഡർ ഇൻ ദി വെസ്റ്റേൺ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ്. ഹൈ ആൾട്ടിറ്റ്യൂഡാണ്, മൈനസിലാണ് ടെമ്പറേച്ചർ എപ്പോഴും. ലൈക്ക് ലഡാക്ക്, വേർ ദി 2 countries have differing perceptions of the boundary. ആക്ച്വലി ഇന്ത്യ കൺസിഡർ ചെയ്യുന്ന LACയും ചൈന കൺസിഡർ ചെയ്യുന്ന LACയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ക്വയറ്റ് റീസെൻ്റ്ലി 2020 ഗൽവാൻ കൺഫ്ലിക്ട്സ് ഒക്കെ നമുക്കറിയാമല്ലോ. മുഡ്ബേഡ്, വേർ വി ലോസ്റ്റ് 20% ഇൻക്ലൂഡിങ് കേണൽ. Then on the very moment 40 Chinese soldiers were killed by India, but they never agreed it, and the toll was further increased. പക്ഷേ 40 എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ എല്ലാവരും ഗ്ലോബൽ ലെവലിൽ അംഗീകരിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ ക്വൈറ്റ് റീസെൻ്റ്ലി പീപ്പിൾ മസ്റ്റ് ഹാവ് നോൺ അബൌട്ട് ഇറ്റ്, നോ. അപ്പോൾ അത് കൂടുതൽ നമുക്ക് പറയുന്നില്ല. അതിൻ്റെ സ്റ്റാറ്റസ് പറഞ്ഞാൽ നെവർ ക്ലിയർലി ഡിമാർക്കറ്റഡ്. ഇത് ക്ലിയർലി ഡിമാർക്കേറ്റ് ചെയ്തിട്ടേയില്ല. ലീഡിങ് ടു ഫ്രീക്വൻറ്റ് ഡിസഗ്രിമെൻറ്റ് ആൻഡ് ബോർഡർ ഡിസ്പ്യൂട്ട്. അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് വരുന്നത്. ആക്ച്വലി 1962 വാറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വാസ് നോട്ട് അറ്റ് ഓൾ പ്രിപ്പയർഡ്. കാരണം അവിടെ ബോർഡറിൽ നമ്മളെ ലോജിസ്റ്റിക്സ് ഒന്നുമില്ലായിരുന്നു. ഒരു ബോർഡർ റോഡ് പോലും ഇല്ലായിരുന്നു. നമ്മൾ പട്ടാളക്കാർ നടന്ന് ദിവസങ്ങളോളം നടന്ന് അവിടെ എത്തിയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു. അപ്പോൾ ഒരു അറ്റാക്കൊന്നും വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർലി ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു മെക്കാനിസം ഇല്ലായിരുന്ന സമയത്ത് ആണ് 1962 നമ്മൾ വാറൊക്കെ തോൽക്കുന്നത്. ബട്ട് നൗ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. നമ്മൾ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. Of course, China is opposing it, but we are doing our job and we are calculating everything. PP8, അതായത് PP8 വരെ നമ്മൾ പട്രോളിങ് ചെയ്തിരുന്നു. ഇപ്പോൾ PP4 വരെ നമ്മൾ പോകുന്നുള്ളൂ. പട്രോളിംഗ് പോയിൻ്റ് എന്നാണ് PP എന്ന് പറയുന്നത്.
പെട്രോളിംഗ് പോയിൻ്റ് 8 വരെ പോയിക്കൊണ്ടിരുന്ന നമ്മൾക്ക് ഇപ്പോൾ ഈ ഗൽവാൻ്റെ ഇൻസിഡൻറ്റും ഇതിൻ്റെ മുമ്പുള്ള ഇൻകർഷൻസും ചൈനീസ് ഇൻകർഷനും ഒക്കെ കാരണം 4 നമ്പർ PP വരെ പോകാൻ പറ്റുന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. ദേ മെയ്ഡ് ലോട്ട് ഓഫ് ബ്ലോക്കേഡ്സ് ഓൾസോ ദെയർ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ട്, അതൊക്കെ ഇന്ത്യയുടെ മനസ്സിൽ കാണും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളതൊക്കെ തിരിച്ചു പിടിക്കുന്നുള്ളതിന് യാതൊരു സംശയവും എന്നെ സംശയമില്ല. ബട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ദി റൈറ്റ് ടൈം. ഓക്കെ, മറ്റൊന്നുള്ളത് കാരണം മിഡിൽ സെക്ടറാണ്. ആക്ച്വലി ഡിസ്പോട്ട് എപ്പോഴും ഈസ്റ്റേൺ സെക്ടറിലും വെസ്റ്റേൺ സെക്ടറിലുമാണ്. മിഡിൽ സെക്ടർ എന്ന് പറഞ്ഞാൽ കൺസിഡറബിളി വെരി കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്, സിംപ്ലി ബിക്കോസ് ദി റീസൺ ദാറ്റ് ഹിമാലയാസ് നാച്ചുറൽ ബൗണ്ടറിയാണ്. ഈ നാച്ചുറൽ ബൗണ്ടറി ഹിമാലയാസ്, പണ്ട് നമ്മൾ പല കവിതകളിലൊക്കെ നമ്മൾ കേട്ട് കാണും ഇതിനെ പറ്റിയിട്ട്. നമുക്ക് നമ്മുടെ തലയാണല്ലോ. അപ്പോൾ ഹിമാലയാസ് ഉള്ളത് കൊണ്ട് ഈ മിഡിൽ ഏരിയയിൽ നമുക്ക് പേടിക്കാനില്ല. അവർക്കും പേടിക്കാനില്ല, നമുക്കും പേടിക്കാനില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ദി ഹിമാലയാസ്. അത് ഒരു അനുഗ്രഹം പോലെയാണ് ഇന്ത്യക്ക്. ഓക്കെ, സോ ടിബറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഓർമ്മ വരുന്ന ഒരാൾ ഉണ്ട്, സ്പിരിച്വൽ ലീഡർ. ആരാന്നറിയോ? യെസ്, യു ആർ റൈറ്റ്. 14th ദലായ് ലാമ. ദലായ് ലാമ 14. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ടെൻസിൻ ഗ്യാസ്റ്റോ. ടെൻസിൻ ഗ്യാസ്റ്റോ പേര് കുറേ നീളമുള്ളതാണ്, പക്ഷേ പോപ്പുലർലി നോൺ ആസ് ടെൻസിൻ ഗ്യാസ്റ്റോ. ടെൻസിൻ ഗ്യാസ്റ്റോ 14th ദലായ് ലാമ is the incumbent Dalai Lama. Okay, the highest spiritual leader and the head of Tibetan Buddhism. ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഏറ്റവും വലിയ സ്പിരിച്വൽ ലീഡറാണ് ദലായ് ലാമാസ്. ദലായ് ലാമ വളരെ പീസ്ഫുള്ളി അവിടെ ജീവിച്ചു പോരുന്ന ഒരു വ്യക്തിയായിരുന്നു. ടിബറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ഫുൾ കൺട്രോളുള്ള ആളായിരുന്നു. ബട്ട് ഡ്യൂ ടു ദി കമ്മ്യൂണിസ്റ്റ് ചൈനാസ് ഡോമിനൻസ് ആൻഡ് ഹറാസ്മെൻറ്റ്, he exiled, അതായത് he escaped from Tibet to obviously to India. ഓക്കെ, ഇന്ത്യയിൽ മുസോറിയിലായിരുന്നു ആദ്യം അവർ വന്നിരുന്നത്. 59-ൽ he was stationed at മസൂറി, ഉത്തരാഖണ്ഡ്. മസൂറിയിൽ നിന്ന് പിന്നെ 60-ൽ he was shifted to ധർമ്മശാല ഇൻ ഹിമാചൽ പ്രദേശ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ഒരു സേഫ് ഏരിയ കൊടുത്താണ് അവിടെ അദ്ദേഹത്തിന്. ദലായ് ലാമ ഇന്ത്യയിലുള്ളിടത്തോളം കാലം ചൈന വെറുതെ ഇരിക്കില്ല നമുക്കറിയാം. പക്ഷേ അവർ വെറുതെ ഇരിക്കേണ്ട. ദലായ് ലാമ അങ്ങനെ ഒരു സ്പിരിച്വൽ ലീഡർ, ബുദ്ധിസമായിട്ട് ഇന്ത്യക്കാണല്ലോ കൂടുതൽ കണക്ഷൻ. അപ്പോൾ വി ആർ കീപ്പിംഗ് ഹിം വിത്ത് ഓൾ ദി റെസ്പെക്റ്റ്. His Holiness Dalai Lama is in India. Okay, he served as the resident spiritual and temporal leader of Tibet before 1959 and subsequently led the Tibetan government in exile. Represented by the Central Tibetan Administration in Dharamshala. അയാൾ 2021 ആക്റ്റീവ് ഭരണത്തിൽ നിന്ന് മാറി. ഇപ്പോൾ ഇത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് അവിടെ. അതായത് ഇൻ എക്സൈലായിട്ടുള്ളത് അഡ്മിനിസ്ട്രേഷൻ, ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ധർമ്മശാല. അപ്പോൾ അദ്ദേഹം ഒരു ഗ്രേറ്റ് ലീഡറാണ്, സ്പിരിച്വൽ ലീഡറാണ്. നൗ ഹീസ് 90 years old, ഐ തിങ്ക്. 35-ലാണ് അദ്ദേഹം, 1935-ലാണ് ജനിച്ചത്. അപ്പോൾ ശരിയല്ലേ? 25 and 65, 90 years old. സോ ഇതൊക്കെയാണ് ഈ മാക് മോഹൻലാൽ. ആസ് എ BSF പേഴ്സൺ നമുക്കിത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബിക്കോസ് വി ആർ നോട്ട് ഡൂയിങ് ഡ്യൂട്ടീസ് ദയർ. അവിടെ ആർമിയാണ്. പിന്നെ നമ്മുടെ ITBP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ്, അത് CAPF-ൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ് ITBPF. അവരാണ് അവിടെ മാൻ ചെയ്യുന്നത്. പക്ഷേ വി ഷുഡ് നോ അബൌട്ട് എവറിത്തിങ് നോ.
അപ്പോൾ നാളെ നമ്മളവിടെ പോയിക്കൂടാന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അവരാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. ബാക്കി ആർമി പ്ലേസാണ്. ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഒരുപാഡ് കാര്യങ്ങളുണ്ട്, ലേറ്റസ്റ്റായിട്ട് ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.